യാത്രക്കിടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി. നല്ല വിശപ്പുണ്ട്. ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഈ വെജിറ്റബിൾ കറി നല്ല ചൂടാണ്. ഇതിൻ്റെ രുചി എത്ര സിമ്പിളായാലും അത്ര തന്നെ സ്പെഷ്യലാണ്. ചപ്പാത്തിയും കറിയും ചേർന്ന ഒരു പറ്റം രുചി അനുഭവിക്കാൻ പോവുകയാണ്. ചപ്പാത്തി എൻ്റെ പ്രിയപ്പെട്ട ഒരു ലളിതമായ ഭക്ഷണമാണ്. നിങ്ങളൊരു ചപ്പാത്തി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ? അയ്യോ, ഈ കറി ഇപ്പോഴും നല്ല ചൂടാണ്. ചൂടായത് കൊണ്ടാണോ എന്നറിയില്ല, കറി നന്നായിട്ട് തോന്നുന്നു. ഏതാണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടപ്പെടും. അമ്മ തയ്യാറാക്കുന്ന ചപ്പാത്തി പ്രത്യേക രുചിയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അദ്ദേഹം കാര്യമായിട്ട് നാരങ്ങ പിഴിയുന്നുണ്ട്. ഇതിൽ ചാറൊന്നും ഇല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഹേയ്, ഇതാ ഒരു കൊച്ചു നായ വന്നിരിക്കുന്നു. എനിക്കൊപ്പം ചപ്പാത്തി കഴിക്കാൻ വന്നതാണോ? ഡാ കുട്ടാ, നിനക്ക് ചപ്പാത്തി വേണോ? ഒരു കഷ്ണം കൊടുത്തു നോക്കാം, ഇവൻ കഴിക്കുമോ എന്നറിയാമല്ലോ. ഇവൻ്റെ കണ്ണുകളിൽ കാണുന്ന ആ സന്തോഷം തന്നെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ ജീവജാലങ്ങൾക്ക് ചെറിയ സഹായം ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം നൽകും. ഈ കാണുന്നതൊക്കെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണ്. കുറച്ചു നേരത്തെ അവരുമായി സംസാരിച്ചു. പാരമ്പര്യമായി കിട്ടിയ സ്ഥലമാണ്. കൃഷിയാണ് പ്രധാന വരുമാന മാർഗം. ഇപ്പോൾ ബാഗ് തുറന്നത് ചെറിയൊരു ബ്രേക്ക് എടുക്കാനാണ്. നോക്കാം എന്താണ് ബാഗിൽ നിന്നും പുറത്തെടുക്കാൻ പോകുന്നതെന്ന്. ഇത് വളരെ ലളിതമായൊരു സാൻഡ്വിച്ചാണ്. ബ്രെഡും പഴവും മാത്രം. യാത്രക്കിടെ ഒരു എളുപ്പമുള്ള എനർജി ബൂസ്റ്റർ. ഇനി നമുക്ക് കഴിക്കാൻ തുടങ്ങാം. ആദ്യം പഴം ഇങ്ങനെ തൊലിക്കുക. പല്ലിനു ക്ലിപ്പിട്ടത് കൊണ്ട് തന്നെ അല്പം സൂക്ഷിച്ചു വേണം കഴിക്കാൻ. ഇല്ലെങ്കിൽ പഴത്തിനൊപ്പം ക്ലിപ്പും പോകും. ആഹാ, എന്തൊരാശ്വാസം! ഹില്ലിൻ്റെ ദിശയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ യാത്ര മനസ്സിനെ നിശബ്ദമാക്കുന്ന ഒരു അനുഭവമാണ്. ഈ റോഡിൽ നിന്നാണ് TVS അപ്പാച്ചെ RTR 160 4V എന്ന ബൈക്കിൻ്റെ ആഡ് ചിത്രീകരിച്ചത്.
പെനുകൊണ്ട ഹില്ലിലേക്ക് പോകുന്ന വഴി എത്ര മനോഹരമാണെന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും ഈ യാത്രയുടെ ഭാഗമാണ്. സുഹൃത്തുക്കളെ, ആ മല എത്ര മനോഹരമാണെന്ന് നോക്കൂ. അങ്ങനെ നമ്മൾ ഹിൽ ടോപ്പിലെത്തി. ഇവിടെ അനേകം പഴയ നിർമ്മിതികൾ കാണാം. നോക്കൂ, എന്തു നല്ല സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പേര് ആകാശമുട്ടായി എന്നാണ്. പണ്ട് എനിക്ക് ഇത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഇതിൻ്റെ മറ്റൊരു പേര് പറയുന്നത്, മൂക്കളക്കായി. അതിനുശേഷം ഞാനിത് കഴിക്കാറില്ല. ആകാശമുട്ടായി കാണുമ്പോഴൊക്കെ ഞാൻ അവനെ ഓർക്കാറുണ്ട്. പെനകൊണ്ട ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ഒരു പ്രശസ്തമായ പർവ്വത പ്രദേശം മാത്രമല്ല, ചരിത്ര സ്മൃതികളും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ചുള്ള ഒരു അനുഭവമാണ് ഇവിടെ കിട്ടുന്നത്. ഇത് കണ്ടിട്ട് കുറ്റിമുല്ല പോലുണ്ട്. ഈ ഒരു മരം കണ്ടിട്ടാണ് നമ്മൾ വന്നത്. ഇലകളൊന്നുമില്ല. കാക്ടസ് വിഭാഗത്തിൽ പെടുത്താമെന്ന് തോന്നുന്നു. ഏതായാലും ഇതുവരെ ഞാൻ ഇങ്ങനൊരു മരം കണ്ടിട്ടില്ല. ഒരു പ്രത്യേക കായ് കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കായ് കാണുന്നത്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഗൈസ്, ഞാൻ ഇത് പൊട്ടിക്കാൻ പോവുകയാണ്. ഇതിനകത്തൊന്നുമില്ല. പാവം ഞാൻ. ഇതു കാണാത്തവർ കുറവായിരിക്കും. ഇവനാണ് കുറച്ചു നാൾ കഴിയുമ്പോൾ അപ്പൂപ്പൻ താടിയാകുന്നത്. ഇപ്പോഴത്തെ അനുഭവം മനസ്സിൽ കൂട്ടി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇത്തരം നിമിഷങ്ങൾ യാത്രകളെ ഒന്നുകൂടെ മനസ്സ് നിറയ്ക്കുന്നു.